ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് 2 ഒബ്ജക്ഷനാണ് മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു. 2, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. വന്നില്ലെങ്കിലും കോൺഗ്രസ് പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കുകയായിരുന്നു. ഇല്ല, ഞാൻ TV കണ്ടിട്ട് അറിയാം. അപ്പം അത്രയല്ലേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ. കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ കഥ മാറി. അതേ സന്ദീപ് വാര്യരും മുരളീധരനും ഇന്ന് കണ്ടുമുട്ടി, കൈകൊടുത്തു. ഒരേ വേദിയിലിരുന്ന് അവർ പരസ്പരം പുകഴ്ത്തി. ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ, എത്ര കണ്ടാലും മലയാളികൾ മടുക്കാത്ത 4 മുഖങ്ങളാണ്, 4 കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഒരു മുതൽക്കൂട്ടാണെന്ന് വിശ്വസിക്കുന്നയാളാണ്. കോൺഗ്രസിൽ അഭിപ്രായമുള്ളപ്പോൾ അഭിപ്രായ വ്യത്യാസവും സാധാരണമെന്ന് മുരളി. സന്ദീപ് ഇനി ഒരു കുടുംബത്തിലെ അംഗം. 2 വിമർശനം ഉണ്ടാവുമല്ലോ. അഭിപ്രായങ്ങളുള്ള സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് ആ ജനാധിപത്യ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ ആദ്യ മുറുമുറുപ്പ് പുറത്തു വന്നത് മുരളിയുടെ പ്രതികരണത്തോടെ. എതിർപ്പായി ആവർത്തിച്ചു പറഞ്ഞത് സന്ദീപ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പ്രയോഗങ്ങൾ. അതിൽ മുരളിയോടും പാർട്ടിയോടും അണികളോടും സന്ദീപ് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞാൻ രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ കൂടുതൽ, അദ്ദേഹം പറഞ്ഞതിൽ കൂടുതൽ എന്ത് വിശദീകരണം ഇനിയിപ്പോൾ അതിൽ വേണ്ടത്? സന്ദീപിന്റെ പ്രവേശനത്തിൽ മുരളിക്കുള്ള വിയോജിപ്പ് എങ്ങനെ പറഞ്ഞു തീർക്കുമെന്നാലോചിച്ച് തലപുകച്ച നേതാക്കൾക്ക് മുന്നിൽ ശ്രീകൃഷ്ണപുരത്തെ ഇന്നത്തെ കൂടിക്കാഴ്ച നക്ഷത്ര തിളക്കമായി മാറി. അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടെ. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് മുരളിയും സന്ദീപും ഒന്നിക്കുകയാണ്. അരുൺ കിഷോറിനൊപ്പം അശ്വജിത് സി, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.